മിഷൻ ബേലൂർ മഗ്ന ഇന്നും ഫലം കണ്ടില്ല. ആന കാട്ടിക്കുളം മണ്ണുണ്ടിക്കും ബേഗൂരിനും ഇടയിൽ വനമേഖലയിൽ തുടരുകയാണ്. മുൾപടർപ്പുകൾ നിറഞ്ഞ അടിക്കാടാണ് ദൗത്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ചാലിഗദ്ദയിലെ അജീഷിനെ മോഴയാന കൊലപ്പെടുത്തി ഇന്നേക്ക് 4-ാം നാൾ. 2 ആൾ പൊക്കത്തിലുള്ള മുൾക്കാടിനെ വകഞ്ഞുമാറ്റി ദുഷ്കരമായ ദൗത്യം തുടരുകയാണ് വനം വകുപ്പ്. പിടിതരുന്നില്ല ബേലൂർ മഗ്ന. ദൗത്യം 3-ാം നാൾ. റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചത് രാവിലെ 5:15-ന്. കാട്ടിക്കുളം കുട്ട വനപാതയിലെ ഇരുമ്പുപാലത്തിന് പിറകിലുള്ള വനമേഖലയിൽ ആനയുണ്ടെന്ന് വിവരം. ആദ്യം ട്രാക്കിംഗ് ടീം വനത്തിനുള്ളിലേക്ക്, പിന്നീട് RRT സംഘം, ഇതിനു പിന്നാലെ വെറ്റിനറി സംഘം. ഇതിനിടയിൽ ആന മണ്ണുണ്ടി ഭാഗത്തേക്ക് നീങ്ങി. മയക്കുവെടി വെക്കാനുള്ള നീക്കം സജീവമാക്കി വനം വകുപ്പ്. കോളനി പ്രദേശത്തു നിന്നടക്കം ആളുകളെ മാറ്റി. പക്ഷേ ആന മറ്റൊരു ദിശയിലേക്ക് മാറി. പിന്നീട് ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം. ആനയുടെ ദൃശ്യം ലഭിച്ചു. മുൾപടർപ്പ് നിറഞ്ഞ 2 ആൾ പൊക്കത്തിലുള്ള പൊന്തക്കാടുകൾക്കിടയിലൂടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദുഷ്കരമായ തെരച്ചിൽ. ആന ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വേഗത്തിൽ പായുന്നതും പ്രതിസന്ധി. ഒടുവിൽ കുങ്കിയാനകളെയും രംഗത്തിറക്കി. പക്ഷേ അതും ഫലം കണ്ടില്ല. 3-ാം നാളിലെ ദൗത്യം ഇരുൾ വീണതോടെ അവസാനിച്ചു. നാളെയും തുടരും മിഷൻ ബേലൂർ മഗ്ന. ദുഷ്കരമായ സാഹചര്യത്തെ മറികടന്ന് ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വനം വകുപ്പിനും നാട്ടുകാർക്കും. ഹർത്താൽ ആചരിച്ചും പ്രതിഷേധ പ്രകടനം നടത്തിയും ജനരോഷം മറുഭാഗത്ത്. ഇന്ന് ജില്ലയിൽ കടകൾ ഭാഗികമായി അടഞ്ഞുകിടന്നു. ഒരു ഭാഗത്ത് പ്രതിഷേധം, മറുഭാഗത്ത് തുടരുന്ന ദൗത്യം. ബേലൂർ മഗ്നയ്ക്ക് നേരെ മയക്കുവെടി വയ്ക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് തീർച്ചപ്പെടുത്തുന്നു വനം വകുപ്പ്. കാട്ടിലേക്ക് മറഞ്ഞാൽ വീണ്ടും നാട്ടിലേക്കിറങ്ങാം. അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാം. അതിനാൽ ദൗത്യം നാളെയും തുടരും. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വയനാട്ടിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഗ്നയുടെ ആകാശ ദൃശ്യം 24-ന് ലഭിച്ചു. ബേലൂർ മഗ്നയ്ക്കൊപ്പം മറ്റൊരു മോഴയാന കൂടിയുണ്ട്. അതേസമയം ആനയെ ഇന്നും മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മയക്കുവെടി വെക്കാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൗത്യം നാളെയും തുടരും. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആകാശ ദൃശ്യങ്ങൾ, അതിൽ മറ്റൊരു ആനയെ കൂടി കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ദൗത്യസംഘം വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത്? വിവരങ്ങൾ എന്താണ് സുർജിത്ത്? റിജിത്ത്, ഇന്ന് 3-ാം ദിവസത്തെ ദൗത്യം അത് രാവിലെ 5:30 തന്നെ ആരംഭിച്ചു. 5:15-ന് ഏറ്റവും ഒടുവിൽ സിഗ്നൽ വന്നു. റേഡിയോ കോളറിന് സിഗ്നൽ അനുസരിച്ച് വയനാട്ടിൽ നിന്ന്, അതായത് കാട്ടിക്കുളത്ത് നിന്ന് കുട്ടയിലേക്ക് പോകുന്ന, തിരുനെല്ലി വഴി കുട്ട ഭാഗത്തേക്ക് പോകുന്ന ആ പാതയ്ക്ക് അരികിലുള്ള ഇരുമ്പുപാലം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ ഒരു കോളനിയുണ്ട്. ആ കോളനിക്ക് പിറകിലായി ആ ഉൾവനത്തിൽ ആനയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് റേഡിയോ കോളറിൽ നിന്ന് ലഭിച്ച വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ട്രാക്കിംഗ് ടീം വനത്തിനകത്തേക്ക് കടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ മൂടൽമഞ്ഞ് മാറിയപ്പോൾ RRT സംഘവും ഒപ്പം തന്നെ ഈ വെറ്റിനറി ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും വനത്തിനകത്തേക്ക് ചെല്ലുന്നു. ഇതിനുശേഷം പലതവണ ആനയെ ഏതാണ്ട് ഒരു 150 മീറ്റർ വരെ അകലത്തിൽ വെച്ച് ആനയെ കാണുന്നുണ്ട്. പലതവണ 2 തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് രാവിലെ 11:30-ക്കും ഒപ്പം തന്നെ വൈകിട്ട് 4:30-ക്കുമാണ് ഈ ഒരു മയക്കുവെടി വെക്കാനുള്ള ശ്രമം ഉണ്ടായത്. പക്ഷേ പ്രതിബന്ധമാകുന്നത് അടിക്കാടാണ്. അത് വലിയ പൊക്കത്തിലുള്ള അടിക്കാടാണ്, മുള്ളു നിറഞ്ഞ കാടാണ്. ആ കാടിനെ മറികടന്ന് വെടിവെക്കാൻ ശ്രമം നടത്തുമ്പോൾ ഈ ആന ഉടൻ തന്നെ കുതറി മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. സ്വാഭാവികമായും അത് ഒരു ഉചിതമായ സന്ദർഭമോ സമയമോ സ്ഥലമോ അല്ല എന്നുള്ളതാണ് പ്രതിസന്ധി. ഒരുപക്ഷെ ഈ മയക്കുവെടി പ്രയോഗിച്ചാൽ അത് ഈ കുറ്റിക്കാട്ടിൽ തട്ടി തെറിച്ച് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയാത്തത്. 50 മീറ്ററോളം അടുത്ത് ലഭിച്ചാൽ മാത്രമേ ആ ഒരു ദൗത്യം വിജയിക്കാൻ വേണ്ടി പോവുകയുള്ളൂ. അത് 50 മീറ്റർ എന്നുള്ളത് അത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. മാത്രമല്ല, മറവിൽ പലപ്പോഴും ഈ ആന വേഗത്തിൽ തന്നെ കുതറി മാറുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത്. കുങ്കിയാനകളെ ഉപയോഗിച്ച് ചേസ് ചെയ്യാനുള്ള ശ്രമം കൂടി നടത്തി. പക്ഷേ ഈ ആന പല ഘട്ടങ്ങളിലും ഈ കുങ്കിയാനയുടെ മണം കിട്ടുമ്പോൾ തന്നെ ഇത് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണ്. മറ്റ് ആനകളിൽ നിന്ന് വിപരീതമായി ഈ മോഴയാന വളരെ വേഗത്തിൽ തന്നെ സഞ്ചരിക്കുകയാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്. അതായത് 3 ഇടം, ചേമ്പുംകൊല്ലി, അതോടൊപ്പം തന്നെ ഇരുമ്പുപാലം, ഒപ്പം ഈ
കോളനി പ്രദേശം, അതായത് ഈ മണ്ണുണ്ടി എന്ന് പറയുന്ന കോളനി പ്രദേശം, ഇത് ഈ സർക്കിളിൽ ആന ചുറ്റി നടക്കുകയാണ്. അതായത് 4.5 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ ഈ ആനയുടെ സാന്നിധ്യം ഉണ്ട്. പല ഘട്ടങ്ങളിലും പ്രതിസന്ധിയാകുന്നത് ഈ അടിക്കാടാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ 2 തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് സാധ്യമായില്ല. പിന്നീട് ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആകാശ ദൃശ്യങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ 2 ആനകൾ, അതായത് ഈ മോഴയാനയ്ക്കൊപ്പം മറ്റൊരു മോഴയാന കൂടി ഉണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് രണ്ടും ചേർന്നാണ് പലപ്പോഴും നടന്നു പോകുന്നതായിട്ടുള്ള ദൃശ്യം പുറത്തു വന്നത്. ഇതാണ് വനംവകുപ്പിനെ സംബന്ധിച്ച് അടുത്ത ഒരു വെല്ലുവിളി. ഒരു ആന കൂടെ ചേരുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള വെല്ലുവിളിയായി തന്നെ വനംവകുപ്പ് കാണുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ നാളെ സ്ഥിതി മാറിയേക്കാം എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പ്രത്യേകിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടയാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഈ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് ഈ കാടറിയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, അവരെ കൂടി തെരച്ചിലിന് ഉപയോഗിക്കണമെന്നുള്ള ആവശ്യം ഈ ജനപ്രതിനിധികൾ ഉന്നയിച്ചു. അത് വനംവകുപ്പ് അംഗീകരിച്ചു. 4 പേരെ കൂടി ഈ ദൗത്യത്തിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചു. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ വളരെ നേരത്തെ തന്നെ ഈ ദൗത്യം ആരംഭിക്കാനുള്ള ശ്രമമാണ്. ശരി, എന്തായാലും ആനയെ ഇന്നും മയക്കുവെടി വെക്കാൻ അനുകൂലമായ സാഹചര്യമായിരുന്നില്ല. ഇന്നത്തെ ദൗത്യവും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദൗത്യം നാളെയും തുടരും എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒരു ആകാശ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ബേലൂർ മഖ്നയ്ക്കൊപ്പം മറ്റൊരു മോഴയാനയെ കൂടി കാണാൻ കഴിയുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വയനാട്ടുകാർ പ്രതീക്ഷയിലാണ്. ദുഷ്കരമായ സാഹചര്യങ്ങളെല്ലാം മറികടന്ന് കാട്ടാനയെ വരുതിയിലാക്കാൻ വനംവകുപ്പിന് കഴിയും എന്നാണ് അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ദൗത്യം ആരംഭിച്ചിട്ട് ഇപ്പം 4 ദിവസമായി. ഇതുവരെ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിനോ മയക്കുവെടി വെക്കാനോ സാധിച്ചിട്ടില്ല. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. നിർഭാഗ്യവശാൽ ഈ ആനയെ ട്രാക്ക് ചെയ്ത് അതിനെ മയക്കുവെടി വെക്കുന്നതിൽ നമുക്ക് സാധിക്കുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രതീക്ഷാ നിർഭരമായ ഒരു മുഹൂർത്തവും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. എത്രയും പെട്ടെന്ന് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. കാരണം ഈ ആന മയക്കുവെടി വെച്ച് പിടിച്ചാലും ഇതിൻ്റെ വീണ്ടും ഉൾവനത്തിലേക്ക് വിട്ടാൽ പോലും അത് തിരിച്ചു വരുമെന്നുള്ള ഒരു ഇതാണ് ഞങ്ങൾക്കൊക്കെ ആശങ്കയാണുള്ളത്. ഫോറസ്റ്റുകാർ ഇത്രയും കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് വേറൊരു നടപടിയും കാര്യങ്ങളും സ്വീകരിക്കുന്നൊന്നുമില്ല. ഡെയിലി വരും, 6 മണിക്ക് തുടങ്ങും, വൈകുന്നേരം ആകുമ്പോൾ അവർ മെല്ലെ വണ്ടി എടുത്ത് അവരെ മാറി അങ്ങ് പോകും. ആനേൻ്റെ ഇന്ന് മൂന്നാമത്തെ ദിവസമായിട്ട് ഇതുവരെക്കും ആനേൻ്റെ ഡ്രോണെല്ലാം പറത്തുകയാണ്. പിന്നെ സിഗ്നൽ കിട്ടുന്നുണ്ട് എന്നെല്ലാം പറയാമെന്നല്ലാതെ കണ്ട് ഇതുവരെക്കും ആനേനെ പിടിച്ചതായിട്ടോ മയക്ക് വെടിവെച്ചതായിട്ടുള്ള ഒരു വിവരവും ഇല്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഈ പ്രദേശവാസികളാണ്. ഇവരിന്ന് ഈ ടീം ഇപ്പം പോയി കഴിഞ്ഞാലും നാളെയും നമ്മൾ ആനേൻ്റെ താവളത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. പ്രതീക്ഷ മുഴുവൻ ഫോറസ്റ്റ് പിടിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം അത്രയധികം അവർ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കാടിൻ്റെ അടിക്കാടും മറ്റ് വിഷയങ്ങളൊക്കെയാണ്. അത് സാധാരണക്കാരായ ആളുകളോട് ഒരുപക്ഷെ പറഞ്ഞാൽ ഇത് മനസ്സിലായെന്ന് വരില്ല. ദൗത്യം നീളുമ്പോൾ ആശങ്കയും കൂടുന്നുണ്ട് പ്രദേശവാസികളുടെ. അവരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കണ്ടത്.